കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ വീഡിയോകളൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ചെറിയൊരു ട്രിപ്പ് പോയതായിരുന്നു, ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് ബാലിയിലേക്ക്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് 4 മാസമായില്ലേ, ഇപ്പോഴാണ് ട്രിപ്പ് പോകുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ. ശരിക്കും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പോകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ചില തിരക്കുകൾ കാരണം അങ്ങ് നീണ്ടു പോയി. രണ്ടുപേരുടെയും തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും പോകാൻ സമയം കിട്ടിയത്. എനിവേ മെയ് 18-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറുന്നത്. അതിന് പിറ്റേ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി 4 ദിവസത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അത് കണ്ട് പലരും പോയി വാ ബ്രോ, ട്രിപ്പ് കടിച്ചു പൊളിച്ച് വാന്നുള്ള രീതിയിൽ കമന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അതേപോലെ ചില കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, വളരെ നല്ലത്, ഇനി അങ്ങോട്ട് വീഡിയോസ് ഒന്നും ചെയ്യണമെന്നില്ല, ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോ എന്നുള്ള രീതി. സ്വാഭാവികം, എന്നെ ഇഷ്ടപ്പെടുന്ന അത്ര തന്നെ എന്നെ വെറുക്കുന്നവരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അത്രയും കമന്റുകൾ വരും, സ്വാഭാവികം. ആ കമന്റുകളെല്ലാം വളരെ രസകരമായ രീതിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു കമന്റ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ ശരിയാവില്ല. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയുമൊത്തുള്ള ബാലി ട്രിപ്പ് എക്സ്പീരിയൻസിലേക്ക് ഞാൻ വരാം. ആ കമന്റ് ഞാൻ വെച്ചുതരാം. പോകുന്ന ട്രിപ്പ് വേഗം ഫ്ലോ ആവട്ടെ. കച്ചറയായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോരാൻ നല്ലവനായ പഠിച്ചവനെ പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ കണ്ണീരിൽ ചിരിച്ച് ഫുഡ് അടിക്കുന്നവനല്ലേ ഇങ്ങനെ വിഷ് ചെയ്യാനേ കഴിയൂ. നാട്ടെ, ഞാനെപ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണീരിൽ ചിരിച്ച് ഫുഡ് അടിച്ചത് എന്ന് പറഞ്ഞ നാട്ടെ, ഞാൻ എവിടെയും ആരുടെയും കണ്ണീരിൽ ചിരിച്ച് ഫുഡ് അടിച്ചിട്ടൊന്നുമില്ല. പകരം കരയുന്ന പലർക്കും വേണ്ടി വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ആസ് എ റിയാക്ഷൻ ബ്ലോഗർ ഏതൊരു വിഷയം എടുക്കുമ്പോഴും 2 ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴെല്ലാം ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരുടെ കണ്ണീര് നോക്കി ഞാൻ ചിരിക്കുന്നു നിങ്ങൾ പറയുന്നത് അന്ന് പറഞ്ഞ നാട്ടെ. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേക്കായി നിൽക്കുന്ന പല ഫ്രോഡുകളെ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ വല്ല ഫാനും ആയിരിക്കണം ഇങ്ങനെയുള്ള കമന്റ് ചെയ്തിട്ടുള്ളത്. കമന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തനി കൂതറ ലെവലാണ് കമന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കണം. ട്രിപ്പ് പോയി കച്ചറായി തെറ്റി പിരിഞ്ഞു പോരാൻ നല്ലവനായ പഠിച്ചവനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോലും കാത്തിരുന്നു. നിന്റെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന പഠിച്ചവൻ സ്വീകരിച്ചു തന്നെ. ഇനി അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് കേട്ടോ. നിങ്ങൾ ജീവിതകാലം മൊത്തം അതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചാലും നേർച്ച ചെയ്താലും അത് ഒരിക്കലും സംഭവിക്കില്ല. ചുമ്മാ അതൊക്കെ നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. എന്തായാലും കൊള്ളാം, ഇത്രയെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും സമാധാനം കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പോൾ ബാലി ട്രിപ്പിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാം. പിന്നെ ഉള്ളത് പറയാലോ, എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്നത്. 19 വയസ്സായിട്ടും ഇപ്പോഴാണ് ഫ്ലൈറ്റ് കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതുവരെ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കയറില്ല, അത്രയേ ഉള്ളൂ. ഇനി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി സ്ഥിതിക്കുള്ള അനുഭവം പറയുകയാണെങ്കിൽ ഉള്ളത് പറയാലോ, ഇത്രയും ബോറിംഗ് യാത്ര വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു സീറ്റിൽ നമ്മൾ പിടിച്ച് കെട്ടിട്ട പോലെ 10-12 മണിക്കൂർ അവിടെ ഇരിക്കണം. ഒന്ന് തിരിയാനോ മറിയാനോ പോലും പറ്റില്ല. വല്ലാത്തൊരു വൃത്തികെട്ട എക്സ്പീരിയൻസ് ആണ് മക്കളെ. 10 മണിക്കൂറാണ് കോഴിക്കോട് നിന്നും ബാലിയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. എയർ ഏഷ്യ വഴിയാണ് ടിക്കറ്റ് എടുത്തത്. വെരി ടെറിബിൾ എക്സ്പീരിയൻസ് ഉള്ളത് പറയാലോ. എന്തായാലും 10 മണിക്കൂറുള്ള യാത്രക്ക് ഒടുവിൽ ബാലിയിൽ എത്തി കേട്ടോ. ഇനി ബാലിയിൽ എന്റെ യാത്രാ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് മുമ്പ് ബാലിയിൽ എത്തിയപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നമുക്കറിയാം, ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഈ ബാലി എന്ന് പറയുന്ന സ്ഥലം. ഒരു വലിയ ഐലൻഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇന്തോനേഷ്യ മുസ്ലിം രാജ്യമാണെങ്കിൽ കൂടിയും ബാലി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേതാണ് കേട്ടോ. അവിടെ ഭരിക്കുന്നതും അവിടെ മെജോറിറ്റി ആയിട്ടുള്ളതും ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അമ്പലങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് അവിടുത്തെ കുറെ പ്രതിമകളെയാണ്. പിന്നീട് അങ്ങോട്ട് പ്രതിമകളുടെയും അമ്പലങ്ങളുടെയും ചാകരയാണ്. മുക്കിലും മൂലയിലും എന്തിന് ഹൈവേന്റെ നടുക്ക് വരെ അവിടുത്തെ പ്രതിമകളാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ കാണാൻ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇനി അവിടുത്തെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലവരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അറിയാലോ, ബാലി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടേക്ക് വരുന്ന ഗസ്റ്റിനൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് വെൽക്കം ചെയ്യുന്നത്. ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ എല്ലാവരോടും പെരുമാറുന്നത്. പിന്നെ ഭയങ്കര റിലീജിയസ് ആണ് അവിടെയുള്ള ആളുകളൊക്കെ. അത് അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകളോട് ഒരു ഇഷ്ടം തോന്നിപ്പോകും. ഒരുപക്ഷെ ബാലി ആളുകൾ ഇഷ്ടപ്പെടുന്നതിനുള്ള ഒരു കാരണം അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അവിടെ ക്രൈമും റോബറിയും ഒക്കെ വളരെ കുറവാണ്. പിന്നെ എടുത്തു പറയേണ്ടത്, അവിടെ ഇന്തോനേഷ്യക്കാരെക്കാളും കൂടുതലായിട്ട് ഞാൻ കണ്ടത് ഇംഗ്ലീഷുകാരാണ്. ബാലിന്റെ മുക്കിലും മൂലയിലും ഇംഗ്ലീഷുകാരുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷുകാർ ബാലിയെ വിളിക്കുന്നത് തന്നെ പാരഡൈസ് എന്നാണ്. ആക്ച്വലി പല ഇംഗ്ലീഷുകാരും അവരുടെ റിട്ടയർമെന്റ് ലൈഫ് ചെലവഴിക്കുന്നത് ബാലിയിൽ വെച്ചാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ബാലിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് ബാലി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. പകൽ നമുക്ക് ബാലിയിൽ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാണെങ്കിലും അവിടെയൊക്കെ ഇംഗ്ലീഷുകാർ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് കാണാൻ പറ്റും. ഇനി രാത്രി ബാലി തെരുവുകളിലൂടെ ഇറങ്ങി കഴിഞ്ഞാണെങ്കിലോ ഒരുപാട് നൈറ്റ് പാർട്ടികളും നൈറ്റ് ക്ലബ്ബുകളും ഇംഗ്ലീഷുകാർ ഇങ്ങനെ ചില്ല് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ അവിടെ പറഞ്ഞാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് മയം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനടുക്ക് ഒരുപാട് ഇംഗ്ലീഷുകാർ അങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ പാർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ബാലി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ആധിപത്യ മേഖലയായി മാറാനുമുള്ള ഒരു സാധ്യതയും ഇല്ലാതില്ല. അത്രത്തോളം ഇംഗ്ലീഷുകാർ അവിടെ ഇങ്ങനെ കുത്തി നിറച്ച് വരുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ഇംഗ്ലീഷുകാർ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് മറുഭാഗത്ത് അവിടുത്തെ ഇന്തോനേഷ്യക്കാർ അവരുടെ കൾച്ചറും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബാലിയിൽ കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് അവിടെ ആൽക്കഹോൾ സുലഭമാണെന്നുള്ളതാണ്. അവിടെ ആൽക്കഹോൾ ഇല്ലാത്ത ഒരു ഹോട്ടൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവൻ ചെറിയ റെസ്റ്റോറന്റുകളിൽ പോലും അവിടെ ആൽക്കഹോൾ വിൽക്കുന്നുണ്ട്. പിന്നെ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കൂടെ അവിടെ ബിയറും കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവിടുത്തെ ഇംഗ്ലീഷ് കൾച്ചർ അഡോപ്റ്റേഷന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടോ ഒക്കെ ആകാം അങ്ങനെ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ എടുത്ത് പറയാനത് അവിടുത്തെ ക്ലീനിങ് ആണ് കേട്ടോ. ഭയങ്കര നീറ്റും ക്ലീൻ ആണ് അവിടുത്തെ ആൾക്കാർക്ക്. നമുക്കൊന്നും റോഡ് സൈഡിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും കാണാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബാലി മൊത്തത്തിൽ കാണാൻ ഒരു കേരളം പോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. ബാലിയിലെ ചില ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കേരളം പോലെ തന്നെ തോന്നുള്ളൂ. കേരളത്തിന്റെ വൃത്തിയുള്ള ഒരു വേർഷനാണ് ബാലി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ആ നാട്ടിലെ ഏക പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടുത്തെ സിഗരറ്റ് വലിയാണ്. സിഗരറ്റ് വലിയെ നല്ല രീതിയിൽ തന്നെ ആ രാജ്യം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആളുകൾ സിഗരറ്റ് വലിയ മോശമായിട്ടുള്ള കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പബ്ലിക്കിൽ എവിടെ നോക്കിയാലും സിഗരറ്റും വലിച്ചു പോകുന്ന
പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവൻ കൗമാരക്കാരായിട്ടുള്ള ആളുകൾ പോലും അവിടെ സ്ഥിരമായി സിഗരറ്റ് വലിക്കാറുണ്ട്. എന്തിനാ ഓരോ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ പോലും ഇരുന്ന് സിഗരറ്റ് വലിക്കാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണ്ടി അവരവിടെ ആസ്ട്രോ ഒക്കെ വെച്ചിട്ടുണ്ടാകും. അതാണ് ഏക ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും തമാശയായി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അവിടെ പെട്രോളിന് ആകെ 50 രൂപയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് എവിടെയും പെട്രോൾ പമ്പ് ഒന്നും അധികം കാണാൻ പറ്റില്ല. വളരെ എണ്ണത്തിലുള്ള ചുരുക്കിയിട്ടുള്ള പെട്രോൾ പമ്പേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെ അവിടുന്ന് പെട്രോൾ അടിക്കും എന്നുള്ളതാണ് അല്ലേ. അതാണ് മറ്റൊരു കോമഡി. അവിടെ എല്ലാ പലചരക്ക് കടന്റെ മുന്നിലും പെട്രോൾ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ കടകൾക്ക് മുന്നിലും ഒരു പെട്രോൾ സ്റ്റോർ ചെയ്യാനുള്ള ചില സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകും. അത് വെച്ച് നമുക്ക് അരിയും പഞ്ചസാരയൊക്കെ മേടിക്കുന്ന പോലെ തന്നെ പെട്രോളും എല്ലാ കടകളിൽ നിന്നും മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് കേരളത്തിൽ നിന്നും ബാലിയിൽ എത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ കറൻസിയെ കുറിച്ച് എടുത്ത് പറയേണ്ടത് വളരെ ചീപ്പായിട്ടുള്ള കറൻസിയാണ് ഇന്തോനേഷ്യൻ്റെത്. എനിക്കൊന്നത് ലോകത്തിലെ 4മത്തെയോ 5മത്തെയോ ചീപ്പ് കറൻസിയാണ് ഇന്തോനേഷ്യൻ്റെത്. ഐഡിആർ എന്നാണ് അവിടുത്തെ കറൻസി വിശേഷിപ്പിക്കുക. ഏകദേശം ഇവിടുത്തെ 1 രൂപ എന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കാലോ, അത്രയും ചീപ്പാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ആകെ തുക എനിക്ക് ഭാര്യയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ ട്രിപ്പ് എക്സ്പീരിയൻസിലേക്ക് വരാം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ചുരുക്കിയാണ് ഓടിച്ച് പറയുന്നത്. എനിവേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 18-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത്. ഏകദേശം 10-12 മണിക്കൂറോളം യാത്ര ചെയ്തു ഞങ്ങൾ ബാലിയിൽ എത്തിയത് 12 മണിക്കാണ്. പിന്നെ എയർപോർട്ടിലെ ചെക്കിങ്ങും ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് എത്തുമ്പോഴേക്കും 2 മണിയായി കേട്ടോ. റൂമിൽ എത്തിയതും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി അവിടുന്ന് ഫ്രൈഡേ നൂഡിൽസും ഫ്രൈഡേ ബിരിയാണിയും കഴിച്ചു. റൂമിൽ തന്നെ അങ്ങ് കഴിച്ചു കൂട്ടി. പ്രത്യേകിച്ച് പുറത്തൊന്നും പോയിട്ടില്ല രാത്രി വരെ. എന്തായാലും ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 ആയ സമയത്ത് അവിടെ വണ്ടി വാടക എടുക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഒരു സ്കൂട്ടർ അങ്ങ് വാടക എടുത്തു. ഏകദേശം ഒരു 4 ലക്ഷം ഐഡിആർ അതിന് വേണ്ടി അങ്ങ് സ്പെൻഡ് ചെയ്തു. 4 ലക്ഷം എന്ന് പറയുമ്പോൾ ആരൊന്നും ഞെട്ടണ്ട, ആകെ ഇവിടുത്തെ 2000 രൂപ ആയിട്ടുള്ളൂ. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ 2 പേരും കൂടി നേരെ രാത്രി അങ്ങനെ ഒരു നൈറ്റ് ഔട്ടിന് അങ്ങ് ഇറങ്ങി. പിന്നെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുറ്റും ബീച്ചാണ് കേട്ടോ. ഒരുപാട് ബീച്ചുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. എനിവേ ഞങ്ങൾ അന്ന് ബൈക്ക് എടുത്ത് പോയത് കുട്ടാ ബീച്ചിലേക്കാണ്. എനിവേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ ബീച്ചിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സ്കേറ്റും ബോർഡുമായി അവിടെ സ്കേറ്റിംഗ് ചെയ്യുന്ന കുറെ പിള്ളേരെയാണ്. സ്കേറ്റിങ്ങിന് വേണ്ടി അവിടെ പ്രത്യേക പാർക്കുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇങ്ങനെ കുറെ കുട്ടികൾ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. പിന്നീട് അവിടുന്ന് നേരെ നടന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെ കുറെ കൂട്ടം കൂടിയിരിക്കുന്ന ഇംഗ്ലീഷുകാരെയാണ്. പിന്നെ അവിടെ എവിടെയുമൊക്കെ പെറുക്കി കുറച്ച് ഇന്തോനേഷ്യക്കാരെ കാണാൻ പറ്റും കേട്ടോ. അവരെല്ലാവരും അവിടെ കൂട്ടം കൂടിയിരുന്ന് മദ്യപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവികം. പിന്നെ ഞങ്ങൾ പോയ കുട്ടാ ബീച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വലിയൊരു പ്രതിമയാണ്. അവരുടെ ദേവിയുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു വലിയ പ്രതിമ എവിടെയുണ്ട്. ആ ബീച്ചിൽ എവിടെ നിന്ന് നോക്കിയാലും ആ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അത്രയും വലിയ കൂറ്റം പ്രതിമയാണ് കേട്ടത്. എനിക്കൊന്നും ആ ബീച്ചിന് ഏറ്റവും വലിയ ഭംഗിയും ആ ഒരു പ്രതിമ തന്നെയാണ്. അവിടെ ആ പ്രതിമ മാത്രമല്ല ഉള്ളത്. ആ ബീച്ചിലൂടെ നടന്നു കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ള പ്രതിമകളും ചെറിയ ചെറിയ അമ്പലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഒന്നിനൊന്ന് രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഏറ്റവും പറയാനുള്ളത് ആ ബീച്ചിലെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണത്. അവിടെ വന്നിരുന്നു കഴിഞ്ഞാണെങ്കിൽ സമയം പോകുന്നതേ അറിയാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ ഏകദേശം 10-12 മണിക്ക് അവിടെ പോയിരുന്നിട്ട് 2 മണിക്കാണ് എണീറ്റ് വന്നത്. പിന്നെ അതിനിടയ്ക്ക് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയി ഫുഡും കഴിച്ചു കേട്ടോ. മഹാരാജ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണത്. നല്ല കിടിലൻ ഫുഡായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പൊ ഇത്രയുമാണ് ആദ്യ ദിവസത്തെ അനുഭവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ലഭിച്ചു. ഒരു ഇന്തോനേഷ്യൻ അമേരിക്കൻ ഫ്യൂഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടിയത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഒരു ബീച്ചിൽ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യാനാണ്. ഉള്ളത് പറയാലോ, ബാലിയിൽ പോയാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. അത്രയും അടിപൊളിയാണ് അവിടുത്തെ ബീച്ച് സ്പോർട്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആദ്യമായി ഞങ്ങൾ ചെയ്തത് ബനാന ബോട്ടിംഗ് ആണ്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ജസ്റ്റ് ഒരു കാറ്റ് നിറച്ച ബോട്ടിൽ ഞങ്ങൾ കയറിയിരിക്കും. കാഴ്ചയിൽ ഒരു ബനാന പോലെ തോന്നിക്കുന്ന ഒരു ബോട്ട്. അതിന് മുന്നിൽ ഒരു മോട്ടോർ ബോട്ടിനെ കയറി വെച്ച് ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. ആ മോട്ടോർ ബോട്ട് ഒരാൾ ഓടിക്കും. അതിന് പിന്നിൽ ഈ ബനാന ബോട്ടിൽ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കണം. മര്യാദയ്ക്ക് പിടിച്ചിട്ടില്ല എങ്കിൽ നേരെ കടലിലേക്ക് വീഴും. ഈ മോട്ടോർ ബോട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ തിരിച്ചു മറിച്ചിട്ടൊക്കെയാണ് കേട്ടോ ബോട്ട് ഓടിക്കുന്നത്. ഇവരുടെ പിന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം വീഴുന്നുള്ള ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകും. അത് തന്നെയാണ് ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് സീ വാക്കിങ്ങിനാണ്. അതായത് കടലിന്റെ നടുവിലേക്ക് കുറച്ച് ആയം കുറഞ്ഞ ഏരിയയിലേക്ക് ഞങ്ങളെയും കൊണ്ട് ബോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങോട്ട് ഇറക്കി വിടും. എന്നിട്ട് താഴെ ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടി ഒരു പ്രത്യേക പാത സജ്ജീകരിച്ചിട്ടുണ്ടാകും. അതിലൂടെ നമ്മൾ ഇങ്ങനെ നടക്കണം. അവിടേക്ക് നമ്മൾ ഇറക്കി വിടുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഒരു ബന്നിന്റെ പീസ് തരും. അതെന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ആ പീസ് കണ്ട് ഒരുപാട് മീനുകൾ കൊത്തിപ്പറിക്കാൻ വേണ്ടി അങ്ങോട്ട് വരും. അപ്പൊ കൺമുന്നിൽ നമുക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ കാണാൻ പറ്റും. അതിങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് കടലിന്റെ അടിയിലൂടെ ഇങ്ങനെ നടക്കാം. ഉള്ളത് പറയാലോ, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടുന്ന് വീഡിയോ ചിത്രീകരിക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കാണിച്ചു തന്നെ. പക്ഷെ പറഞ്ഞു തരാവുന്നതിനപ്പുറം അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ബാലിയിൽ പോയാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സീ വാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി കഴിഞ്ഞ് ഒരു ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ പതങ് ബീച്ചിലേക്കാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ബീച്ചാണ് അതെന്ന് പറയാതെ വയ്യ. പലരും അതിന് ഫോട്ടോസും മറ്റും സോഷ്യൽ മീഡിയയിൽ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും. ബീച്ചിന്റെ തീരത്ത് വലിയൊരു കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അത് ഈ ബീച്ചാണ്. പിന്നെ അവിടെ പോയ സമയത്ത് ചുറ്റും ഇംഗ്ലീഷുകാരാണ് കേട്ടോ. അവരവിടെ പായം വിരിച്ച് ഉണക്കാനിട്ട പോലെ സൺബാത്തിങ്ങിന് വേണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ നമ്മുടെ കയ്യിൽ നല്ലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇഷ്ടംപോലെ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത്രയും നല്ല കിടിലൻ സ്പോട്ടാണ്. പിന്നെ പോയത് ഞങ്ങൾ ഒരുവാത്തും വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കുകൾ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ശ്വാസം മുട്ടുന്ന പോലുള്ള ഫീലിംഗ് ആണല്ലോ വരാം. ശരിക്കും പറഞ്ഞാൽ ഒരുവാത്തു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തണം. അവിടെ വെച്ചുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരുവാത്തു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്.
പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കടലും മലയും ഒക്കെ ചേർന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതും ബാലിയിൽ പോയി കഴിഞ്ഞാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിനെല്ലാം ശേഷം അന്ന് രാത്രി പോയത് ജിംബ്രാം ബീച്ചിലേക്ക്. അവിടെ വെച്ചൊരു റൊമാൻറ്റിക് ഡിന്നർ. ജിംബ്രാം ബീച്ചിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കടലിന്റെ സൈഡിൽ ഒരു ബോട്ട് നിർത്തിയിട്ട് പോലുള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. അത്രയും രസകരമാണ് അവിടുത്തെ കാഴ്ച. പിന്നെ അവിടുത്തെ റൊമാൻറ്റിക് ഡിന്നർ എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അത് വേറെ ലെവലായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഇത്ര അടിപൊളിയായിട്ട് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞാൻ ആദ്യമായിട്ടാണ് ആസ്വദിക്കുന്നത്. നമുക്കത് പറഞ്ഞറിയിക്കാവുന്നതിൽ അപ്പുറമാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അതെല്ലാം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതിനെല്ലാം ശേഷം ഞങ്ങളുടെ ടൂർ പാക്കേജ് മാനേജ് ചെയ്ത ടീമിന് വെക്കാം ഒരു നൈറ്റ് ക്ലബ്ബ് ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് അവിടുത്തെ ഒരു നൈറ്റ് ക്ലബ്ബിൽ ഒന്ന് വെറുതെ ഒന്ന് കയറി വെക്കും. അത് പിന്നെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഭാഗത്ത് നൈറ്റ് പാർട്ടികളും DJ പാർട്ടികളും മറുഭാഗത്ത് കുറെ നിഗൂഢമായിട്ടുള്ള കുറെ കാഴ്ചകളും. അങ്ങനെ ഡേ 2 അങ്ങ് അവസാനിച്ചു. ഇനി ഡേ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഭിച്ചു കേട്ടോ. അത് പിന്നെ വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. പൂളിൽ ഇരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുശേഷം നേരെ പോയത് ബാലി സ്വിങ്ങിലേക്കാണ്. ബാലി സ്വിങ് എന്താണെന്നുള്ളത് പലർക്കും അറിയുമായിരിക്കും. പലരും വീഡിയോകളും മറ്റും കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു കൊക്കയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ഊഞ്ഞാലയിൽ ഇരുത്തിക്കൊണ്ട് അങ്ങോട്ട് നമ്മൾ വിട്ടും. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 6ഓളം ഊഞ്ഞാലുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെയാണ് ആളുകൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു 1500 രൂപ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വലിയൊരു ഗൗൺ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആ ഗൗൺ ഇട്ട് വേണം ബാലി സ്വിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ. അവിടെ നമ്മൾ കുറേ സമയം ചെലവഴിച്ച് കേട്ടോ. ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസ് എടുക്കണമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പോയത് കിൻഡാമണി വ്യൂ പോയിന്റിലേക്കാണ്. അത് പിന്നെ കുറെ മലകളും കടലുകളും ചേർന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് പ്രത്യേകിച്ച് രസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ വയനാട് ചുരത്തിന് മുകളിൽ നോക്കുന്ന പോലുള്ള ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് പെങ്കുകാൻ വാട്ടർഫോളിലേക്കാണ്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും 5:30 മണിയായി കിട്ടും. 6 ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്യും. അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കണമെന്ന മൈൻഡ്സെറ്റിലായിരുന്നു അങ്ങോട്ട് പോയത്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് അതിന് സാധിച്ചില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്തും കൊണ്ട് പോകുന്നു. ഒരു പക്ഷേ ബാലി സ്വിങ്ങിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് കൊണ്ടാകണം അവിടെ എത്താൻ ലേറ്റ് ആയത്. ആ ദിവസത്തെ ഏറ്റവും വലിയ റിഗ്രറ്റും അത് തന്നെയായിരുന്നു. അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ ആ സങ്കടം തീർക്കാൻ വേണ്ടി അന്ന് രാത്രി ഞങ്ങളുടെ ഹോട്ടലിന്റെ സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ കുളിച്ച് ആ സങ്കടം തീർത്തു. അല്ല പിന്നെ ഞങ്ങളെടുത്താക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ആ ദിവസം കിടന്നുറങ്ങി. ഇനി അടുത്ത ദിവസം 4th ഡേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ. ഞങ്ങൾ അന്നേ ദിവസം ആദ്യം പോയിട്ടുള്ളത് ATV റൈഡിനാണ്. ഈ ATV റൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഈ കുട്ടികളെ ഓടിക്കുന്ന ജീപ്പ് ഉണ്ടല്ലോ, അതിന് വലിയൊരു വേർഷൻ. അതിലിരുന്നു കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇതിന്റെ. ഒന്ന് വളയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സകല പവർ ഉപയോഗിച്ച് വളയ്ക്കേണ്ടി വരും. ഒരു വളവ് തിരിച്ചാൽ തന്നെ നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഈ ജീപ്പും വെച്ചിട്ട് വെള്ളത്തിലൂടെയും ചളിയിലൂടെയും ഓഫ് റോഡ് ആയിട്ട് ഓടിക്കണം. എന്റെ മക്കളെ വല്ലാത്തൊരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ. 1.5 മണിക്കൂറും ഡീറായിട്ട് പല സ്ഥലത്ത് വെച്ച് വണ്ടി മറിഞ്ഞ് വീഴാൻ പോയി. അത് വേറെ കാര്യം. പക്ഷെ മുന്നിൽ ഒരു ഗൈഡ് ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അതൊരിക്കലും ഒരു ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് തനലോട്ട് ടെമ്പിളിലേക്കാണ്. ഒരു പക്ഷേ ബാലയുടെ പൈതൃകം വിളിച്ച് ഓതുന്ന ഒരു ടെമ്പിളാണ് തനലോട്ട് ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കടലിന്റെ നടുക്കായിട്ട് ഒരു അമ്പലം, അതാണ് തനലോട്ട് ടെമ്പിൾ. അതൊരു കിടലിന് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ അങ്ങ് എടുത്തു. അതിനുശേഷം അവിടുത്തെ കൃഷ്ണാവലോല മാർക്കറ്റിൽ കയറി കുറച്ച് പർച്ചേസ് നടത്തി അങ്ങ് റൂമിലേക്ക് മടങ്ങി. അടുത്ത ദിവസം തന്നെ അങ്ങ് നാട്ടിലേക്ക് തിരിച്ചു. പിന്നെ ബാലിയിലേക്ക് പോയതും തിരിച്ചു വന്നതും എയർ ഏഷ്യയുടെ കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ്. പോകുമ്പോൾ 2 മണിക്കൂറും തിരിച്ചു വരുമ്പോൾ 5 മണിക്കൂറും മലേഷ്യയിൽ ചെലവഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് എയർപോർട്ടിനുള്ളിൽ തന്നെ ആയിരുന്നു. പുറത്തിറങ്ങാനുള്ള അനുമതിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ 2 മണിക്ക് നാട്ടിലെത്തുന്നത്. ഇത്രയുമാണ് 4-5 ദിവസത്തെ ബാലി യാത്രയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാലിയിൽ 10-1 പോലും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ ട്രിപ്പ് മാനേജ് ചെയ്തത് ഹൈ ക്യാമ്പർ എന്ന് പറയുന്ന മാനേജ്മെന്റ് ടീമാണ്. ഉള്ളത് പറയാലോ, വേറെ ലെവലായിരുന്നു അവരുടെ സർവീസ് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ബാലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. അവരുടെ സർവീസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നല്ലതിനെ നല്ലതെന്ന് പറയണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബാലി യാത്രയിലെ അനുഭവം എന്ന് പറയുന്നത്. ശരിക്കും പറയാലോ, ഈ വീഡിയോ ഇരുന്ന് ചെയ്യുന്ന നിമിഷം പോലും ബാലിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും